ദൈവനാമത്തിന് മഹത്വം. ഞാൻ IPC താബോർ സഭയുടെ വൈസ് പ്രസിഡന്റ് PG മത്തായിയാണ്. അതിനു മുമ്പ് കേരള സ്റ്റേറ്റ് കൌൺസിൽ മെമ്പറായിട്ട് 6 വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദൈവമക്കളെ ചില വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. 1964 മെയ് മാസത്തിലാണ് താബോർ സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 1979 മുതൽ ഞാൻ ഈ സഭയുടെ അംഗമായിരിക്കുന്നു. ആ കാലയളവിൽ താബോർ സഭ തിരുവനന്തപുരം നോർത്ത് സെന്ററിന്റെ കീഴിലായിരുന്നു. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ താബോർ കേന്ദ്രമാക്കി ഒരു സെന്റർ രൂപീകരിക്കാനായിട്ട് ആഗ്രഹിച്ചെങ്കിലും അത് നടന്നില്ല. അതോടുകൂടി താബോർ സഭ IPC കേരള സ്റ്റേറ്റ് പ്രസ്ബിറ്ററിയുടെ കീഴിലായി തീരുകയും ഇന്നുവരെയും ആ നിലയിൽ തന്നെ തുടർന്നു പോരുകയും ചെയ്യുന്നു. 1991 മുതൽ ഈ കാലയളവ് വരെ IPC താബോർ സഭയുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം IPC കേരള സ്റ്റേറ്റ് പ്രസ്ബിറ്ററിയാണ് ഈ സഭയിലേക്ക് സഭാ ശുശ്രൂഷന്മാരെ നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. IPCയുടെ ഭരണഘടന പ്രകാരം സഭാ ശുശ്രൂഷന്മാരെ നിയമിക്കുന്നതും അവരെക്കുറിച്ചുള്ള മറ്റു ഉത്തരവാദിത്തങ്ങളും അതാത് സ്റ്റേറ്റ് പ്രസ്ബിറ്ററിക്കുള്ളതാണ്. ഏകദേശം 35 വർഷങ്ങൾക്ക് മുമ്പ് താബോർ സഭയിൽ വിഘടന പ്രവർത്തനങ്ങൾ നടത്തുകയും സഭയെ ഭിന്നിപ്പിച്ചുകൊണ്ട് വേറെ ഒരിടത്തേക്ക് പോയ അതേ വ്യക്തി ആ സഭയിൽ പ്രശ്നമുണ്ടാക്കുകയും കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മടങ്ങി താബോർ സഭയിലേക്ക് വരികയും ചെയ്തു. ഒരു കാരണവശാലും താബോർ സഭയുടെ ഒരു വിഷയങ്ങളിൽ ഇടപെടുകയില്ല എന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും താബോർ സഭയിലേക്ക് അംഗമായി സ്വീകരിച്ചത്. ഇപ്പോൾ വീണ്ടും ആ കുടുംബം സഭയെ പിളർത്തുവാൻ വേണ്ടി വിഘടന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വ്യക്തികളോടും അസത്യങ്ങളും അപവാദങ്ങളും വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സഭാജനങ്ങൾ മനസ്സിലാക്കി വ്യാജ പ്രചരണങ്ങളിൽ കുടുങ്ങിപ്പോകാതെ സഭയുടെ സമാധാനത്തിനും ആത്മാർത്ഥമായിട്ടുള്ള മുന്നേറ്റത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.